ഏതാ നമ്മളെന്നെ ഫസ്റ്റാലോ കാണുന്നത്? എന്നെയാണോ? ആ, അന്നെ തന്നെ ഇവിടെ അറിയാത്തത്. ബാക്കി എല്ലാവരും പരിചയപ്പെട്ടതാ. ഇതെന്റെ ആന്റിയുടെ മോളാ. ആന്റിക്ക് ജോലി കിട്ടിയിട്ട് ദൂരെ സ്ഥലത്ത് പോയിരിക്കുക. അപ്പോൾ ആന്റി വരണ വരെ 2 കൊല്ലം ഇവര് ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ 2 കൊല്ലം ഈ സ്കൂളിലും പഠിക്കും. അപ്പൊ എന്താ എന്റെ പേര്? മാളൂട്ടി. മാളൂന്ന് എല്ലാവരും വിളിക്കും. അയ്വ, സൂപ്പർ പേരാണല്ലോ, മാളൂട്ടി. മാലു. നിന്റെ അനിയത്തി എൽ കെ ജിയിലാണ് പഠിക്കണത്. ആ 2 കൊമ്പൊക്കെ കെട്ടി വന്നതല്ലേ? ആ, അതന്നെ എന്റെ അനിയത്തി ചക്കി. അമ്മോ, ഭയങ്കരം തന്നെ അത്. അതിനോട് സംസാരിക്കാൻ പറ്റില്ല. എന്താ എല്ലാരും വളരെ ഹാപ്പിയിലാണല്ലോ ഇരുത്തം? അതെന്താ ടീച്ചർക്ക് നമ്മുടെ ഹാപ്പിയിൽ ഇരിക്കണത് ഇഷ്ടല്ലേ? ഹാപ്പിയിലിരുന്നോളൂ. എടാ, നീ കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങിരുന്നേ, നിന്നെ കാണുന്നില്ല. ആ ശരി ടീച്ചർ. ഇന്ന് ആരൊക്കെ ആബ്സെന്റ് ഉള്ളത്? ടീന് വന്നിട്ടില്ല മിസ്. ആ, അതറിയാം. ടീന് ഇനി കുറച്ച് സമയത്തല്ലേ വരുള്ളൂ. അവനും വന്നിട്ടില്ല ടീച്ചർ. അത് പിന്നെ ടീനിന്റെ കൂടെ അവൻ വരുള്ളൂ. അവൾ വന്നാലേ അവന് വരുള്ളൂ. ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. വരട്ടെ ഇങ്ങോട്ട്. അതെ, യൂത്ത് ഫെസ്റ്റിവലിന് ആരൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്? കലോത്സവക്കല്ലേ വരാൻ പോകുന്നത്. ആർക്ക് പേര് കൊടുത്തിട്ടുണ്ട്? ഞാൻ കൊടുത്തിട്ടുണ്ട് ടീച്ചർ. ആഹാ, നല്ല കുട്ടിയാണല്ലോ പാറു. എന്തിനാണ് മോളെ കൊടുത്തിരിക്കുന്നത്? ഈ ജനറൽ കോളേജ് ഇല്ലേ, അതിന്. എന്ത്? ആ, ഈ ചോദ്യോത്തരൊക്കെ പറയണത് ജനറൽ കോളേജ്. എന്തുവാടേ ഇത്? ജനറൽ കോളേജോ? നിനക്ക് അറിയാവുന്ന വിഷയത്തിൽ കയറി പിടിക്കടി. ജനറൽ കോളേജ്. അല്ല പാറു, നീ ഏത് ഉപന്യാസത്തിന് പേര് കൊടുത്തു എന്നൊക്കെ കേട്ടു. എന്തുവാടേത്? ആ, ഞാൻ പേര് കൊടുത്തിട്ടുണ്ടോ? ആവോ, എന്നോടാണോ ചോദിക്കുന്നത്? ആ, നിന്റെ പേര് ഞാൻ ലിസ്റ്റിൽ കണ്ടല്ലോ. എന്തോന്നാ നീ ചെയ്യാൻ പോകുന്നത്? ഞാൻ മാത്രല്ല ടീച്ചറെ, ദേ ഈ നീതുമോളും ഉണ്ട്. അത് കൊള്ളാലോ. 2 പേരൊന്ന് ഫസ്റ്റ് അടിക്കോ? എല്ലാരും കൂടി പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾ തന്നെ ഫസ്റ്റ് മേടിക്കും. എന്തിനെ കുറിച്ചാണ് നിങ്ങളുടെ ഉപന്യാസം? രണ്ടാളും നിങ്ങൾ വന്ന് പറഞ്ഞേ. നിങ്ങൾ രണ്ടാളും കുറച്ച് നേരം ബാക്കിലോട്ട് പോയിട്ട് ഇരിക്കട്ടെ. ഇവർ രണ്ടാളും ഒന്ന് ഫ്രണ്ടിലേക്ക് വരട്ടെ. ശരി ടീച്ചർ. നിങ്ങളുടെ ടീച്ചർ എന്ത് ടീച്ചറാ? ഞാനൊരു കുട്ടി, ഇവിടെ പുതിയ കുട്ടിയുണ്ട്. എന്നിട്ട് എന്നോടൊന്നും മിണ്ട പോലും ചെയ്തില്ല. ആഹാ, മാളൂട്ടി ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടല്ലേ? ഷോ, ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലാട്ടാ. ഇന്ന് മുതലാണോ വന്നു തുടങ്ങിയത്? യെസ് ടീച്ചർ, ഇന്ന് മുതൽ വന്നു തുടങ്ങി. ഇവിടെ പറഞ്ഞതല്ലോ ടീച്ചർ എന്നെ പറ്റി ചോദിച്ചില്ലല്ലോ എന്ന്. ഞാൻ പെട്ടെന്ന് ഇവരോട് ചോദിക്കണതിന്റെ തിരക്കിൽ വിട്ടുപോയതാ, സോറി. സാറില്ല ടീച്ചർ. ആ, പാറു നീതു, ആരാ ഇതിൽ പറയാൻ പോകുന്നത് ഉപന്യാസം? നീ ഫസ്റ്റ് പറഞ്ഞോ. ആ, നിങ്ങൾ ഇതിനെ തർക്കിക്കാതെ ആരെങ്കിലും ഒരാൾ പാറു പറഞ്ഞോളൂ. ശരി ടീച്ചർ. എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? പ്രപഞ്ചത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ പറഞ്ഞോളൂ. സൈലൻസ്, മിണ്ടാതിരിക്കി. ആ കുട്ടി പറയണ കേൾക്കൂ. മാന്യ സദസ്സിന് കൂപ്പുകൈ. എന്നിൽ നിക്ഷിപ്തമായ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉണ്ടാവുന്നത്. പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും. പ്രപഞ്ചമാണ് സത്യം. പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു, ജനിക്കുന്നു. എല്ലാം പറയുന്ന ഈ ടീച്ചറും പ്രപഞ്ചത്തിലാണല്ലോ ജനിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രപഞ്ചത്തിലാണ്. ഇതോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ടീച്ചർ അവിടെ ഇരിക്കടി. വല്ലാത്ത കഷ്ടം തന്നെയാടി നിന്നെ കുറക്ക്. എന്ത് പറ്റടി? എന്റേത് പ്രപഞ്ചം ശരിയല്ലേ? സൂപ്പറായിരുന്നു. ടീച്ചർക്കൊന്നും മനസ്സിലായില്ല, അതാ. ആ ശരി, ടീച്ചർക്ക് അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. നീതു, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് കുറച്ചൊക്കെ മിമിക്രി അറിയാം. അമ്പോ, മിമിക്രി അറിയോ? കണ്ടോടാ, കണ്ട് പഠിച്ചോ മിമിക്രി ചെയ്യാൻ പോകുന്നത്. ആര്? എന്റെ നീതുവോ? പിന്നെ അവള് മിമിക്രി പറയട്ടെ. ആ, ധൈര്യമായിട്ട് പറഞ്ഞു. മാന്യ സദസ്സിന് വന്ദനം. അതൊന്നും വേണ്ട, നീ കാണിക്ക്. ഇവിടെ എന്താ കാണിക്കാൻ പോകുന്നത്? എല്ലാ കോഴിയും പൂച്ചടിയും സൗണ്ട് ആവും. ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുയില്. ഒരു കാടിനുള്ളിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ടിരിക്കുന്ന ഒരു കുയില്. അവിടെ ഒരു വേടൻ തോക്ക് കൊണ്ടുവന്ന് നിൽക്കുന്നു. വേടനെ കണ്ടപ്പോൾ കുയിലിനുണ്ടാവുന്ന ഒരു അവസ്ഥ. ആ, കാണിച്ചോ. ഇത് എന്താണത്? കുയിലുണ്ടാവുന്ന അവസ്ഥ എന്താ കാണിക്കാത്ത? വേട അടുത്ത് നിൽക്കല്ലേ, മിണ്ടിയാല് വെടിവെക്കില്ലേ? എന്തോ നടി ഇത്? വേറെ വല്ലതുണ്ടോ? ആ, ഇനി വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. ആ, മറ്റേതില്ലടി പാറു, ഇറച്ചിക്കോഴിയുടെ. ആ, അത് സൂപ്പർ. നീ കാണിക്ക്. എന്തോന്നോ രണ്ടാളിന്ന് വർത്തമാനം പറയുന്നത്, ഞങ്ങളും കേക്കട്ടെ. അത് ഒരു ഇറച്ചിക്കോഴിയുടെ മിമിക്രി കാണിക്കാന്ന് പറഞ്ഞതാ. കാണിക്ക് പെട്ടെന്ന്. എന്തോ നടി കാണിക്കുന്നത്? ഡെസ്കിന്റെ മുകളിൽ കുട്ടി ഇറച്ചിക്കോഴിയാവോ? അതന്നെ ടീച്ചറെ, ഇറച്ചിക്കോഴിയുടെ കഴുത്ത് മുറിച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതേ സൗണ്ട് അല്ലേ? അതാ ഞാൻ കാണിച്ചത്. വല്ലാത്തൊരു സംഭവം തന്നെ. അവിടെ ഞാൻ അടഞ്ഞത് എനിക്ക് 2 പേരും. ഇതൊക്കെ പുതിയ കോമഡിയാണ്. ഇതൊന്നും ടീച്ചർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതന്നെ.
ഇന്റർവെൽ അടിച്ചതിന് ശേഷം ഞാൻ വരാം. അമ്മ എന്താ ഇവിടെ കാട്ടുന്നത്? കോളേജിൽ പോവാൻ നേരമായി. എവിടെ ടിഫിൻ ബോക്സ്? അയ്യോ, മോൾക്ക് ചോറാക്കാൻ മറന്നു പോയല്ലോ. നീ ഇത് എവിടെയൊക്കെ ഈ പോകുന്നത്? അവൾക്ക് ചോറ് കൊടുക്കാനാ. ഞാൻ നിന്നോട് ഇത്ര ദിവസം പറഞ്ഞൊക്കെ നീ മറന്നോ? പെണ്ണിനെ പഠിക്കാൻ വിടണ്ട, അവിടെ റൂമിലിട്ട് പൂട്ടിയിട്. പെണ്ണ് നിർബന്ധിക്കുകയാണെങ്കിൽ പഠിക്കാൻ വിടണ്ട. പഠിക്കാൻ വിട്ടാ ചിലപ്പോൾ അവൻ്റെ കൂടെ പോവും. അയ്യോ അമ്മേ, ഞാനിപ്പോ എങ്ങനെ പറയും പഠിക്കാൻ പോണ്ടാന്ന്? നമുക്ക് കോളേജിൽ പോണ്ടേ, ക്ലാസ്സില്ലേ? വീട്ടിലിരുന്നിട്ടുള്ള പഠിപ്പൊക്കെ മതി നീ. അവരോട് ഞാൻ ഞായറാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നാളെ ഇപ്പോൾ വരുന്ന പറഞ്ഞത്. ഞായറാഴ്ചക്കൊന്നും നീട്ടുന്നില്ല, നാളെ തന്നെ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവിടെ പെൺകുട്ടി വേണം. അവളെ വിടണ്ട, അവിടെ വെക്ക്. അമ്മേ, ചോറ് താ, ഞാൻ പോട്ടെ. ചെല് നീ അവളോട് പോയി പറ ഇന്ന് പോണ്ടാന്ന്. ശരി അമ്മേ. നീ എങ്ങോട്ടേക്ക് പോന്നേ? അത് ശരി, എനിക്കിന്ന് കോളേജിലുള്ള കാര്യം എന്താ അമ്മ മറന്നോ? എന്നാ എന്റെ പൊന്നുമോൾ ഇന്ന് മുതൽ പോണ്ട, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. പരീക്ഷ ഇവിടുന്ന് എഴുതാം. എന്താ അമ്മ പറഞ്ഞേ? ഞാൻ ഇന്ന് പോണ്ടാന്നോ? പരീക്ഷ ഇവിടുന്ന് എഴുതാന്ന്? ഇവിടുന്ന് എങ്ങനെ എഴുതാനാ? അമ്മ തമാശ കളിക്കാതെ ചോറ് കൊണ്ട് തന്നെ, ഞാൻ കോളേജിൽ പോയിട്ട് വരാം. നിന്നോടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് പോണ്ടാന്ന്? ഇന്നല്ല ഇനി മുതൽ ഒന്നും പോണ്ട, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പരീക്ഷ പോയി ആയിരിക്കോ. എന്താ അമ്മ ചുമ്മാതിരിക്കമ്മ? ഇപ്പൊ ചോറ് എടുത്തിട്ട് വാ, ഞാൻ പോട്ടെ. എന്നോട് ഞാൻ പറഞ്ഞിട്ടാ അകത്ത് പോയിരിക്കും. പിന്നെ ഞാൻ കോളേജിൽ പോവാ. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞേ. എടി ഇവിടെ വാടി, നിന്നോടല്ലേ പറഞ്ഞ പോണ്ടാന്ന്? ഇതെന്നെ കളിക്കാനൊക്കെ കൈ വിട്ടിട്ട് ഞാൻ കോളേജിൽ പോട്ടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഇനി മുതൽ നീ കോളേജിൽ പോവണ്ടാന്ന്. പോയി അകത്തിരിക്കാനാ പറഞ്ഞേ. വാടി, ഇവിടെ പറഞ്ഞു അനുസരിക്കില്ല നീ. അമ്മ വീട്ടമ്മേ, ഇവിടെ കിടക്ക്, നിന്റെ ഉള്ളിലേ കുറച്ച് ദിവസം ഇരിക്കാണ്. അമ്മേ ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. മാറി നിൽക്കുകയാണ്. ആ അമ്മേ, പറഞ്ഞ അനുസരിക്കില്ലെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ നാളെ ഒരു കുട്ടിക്ക് പെണ്ണ് കാണാൻ വരും. അവരുടെ മുന്നിൽ എത്തണ വരെ നീ ഇവിടെ തന്നെ ഇരിക്കും. കോളേജിലേക്ക് പോണ്ട, എവിടേക്കും പോണ്ട. അമ്മേ, അച്ഛമ്മടെ വാക്ക് ഇട്ടിട്ട് അമ്മ ദാ വന്നിക്കരുത് കേട്ടോ. അമ്മ തുറക്ക്, വാതിൽ തുറക്കമ്മേ. തുറക്കമ്മേ, അമ്മേ വാതിൽ തുറക്ക്. ഇന്നൊരു ദിവസത്തേക്ക് നീ അവിടെ ഇരിക്കും. മിണ്ടാതിരിക്കാനല്ലേ നിന്നോട് പറഞ്ഞേ. അമ്മ മര്യാദക്ക് തുറന്നോ, ഇല്ലെങ്കിൽ അത് ചവിട്ടി പുറക്കൂട്ടോ. എങ്കിൽ നീ എന്നെ വിവരം അറിയും. അങ്ങനെ തന്നെ വേണം. അവൾ അവിടെ കിടക്കട്ടെ. അവൾ വാതിൽ ചവിട്ടി തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്. ചവിട്ടി ഏതുവരെ ചവിട്ടും, കുറച്ച് കഴിഞ്ഞ് അവിടെ ക്ഷീണിച്ചവിടെ ഇരുന്നോളും. അമ്മേ, അച്ഛമ്മടെ വാക്ക് കേട്ട അമ്മ എന്തിനത് പൂട്ടിയിരിക്കണേ? തുറക്കമ്മേ, അമ്മേ തുറക്ക്. ഞാൻ വന്ന അച്ഛമ്മേനുണ്ടല്ലോ, തുറക്കമ്മേ. നീ തുറക്ക്, അതിൻ്റെ ഉള്ളിൽ കയറി തുറക്ക് നീ. അച്ഛമ്മ വാതിൽ തുറന്നു. അച്ഛമ്മേ വാതിൽ തുറക്ക്. അമ്മ പ്ലീസ് അമ്മ, ഞാൻ പോണില്ല, പക്ഷെ വാതിൽ അടക്കില്ല അമ്മ, പ്ലീസ്. ഞാൻ എന്ത് ചെയ്യാ? ഗൗതത്തിനൊന്ന് വിളിക്കാൻ പോലും, ഒന്ന് കാണാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ഇവരെല്ലാരും കൂടി എന്റെ കല്യാണം നടത്തും. അമ്മ ഒന്ന് വാതിൽ തുറക്കമ്മ, പ്ലീസ്. അമ്മേ വാതിൽ തുറക്ക്. അച്ഛമ്മേണ് എല്ലാറ്റിനും കാരണം. അച്ഛമ്മ കാരണമാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. അച്ഛമ്മേനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. അല്ലെങ്കിൽ നാളെ അച്ഛമ്മയുടെ കൂട്ടുകാരുടെ മോൻ്റെ മോൻ വന്ന് എന്നെ പെണ്ണ് കണ്ടാൽ ശരിയായ അവരിത് നടത്തും. അയ്യോ എൻ്റെ ഗൗതം. ഇല്ല, ഒരിക്കലും ഇത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പഠിക്കും വേണം, എനിക്ക് നല്ലൊരു ജോലിയും വേണം, പിന്നെ എൻ്റെ ഗൗതത്തെ എനിക്ക് വേണം. പാറുവിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറയായിരുന്നു. ഇനി അവർ സ്കൂൾ വിട്ട് എപ്പോൾ വരാനാ? ഈശ്വര, അതിന് വരെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടേ? ഫോണും ഇല്ല, ഫോൺ അമ്മയുടെ കയ്യിലായിപ്പോയി. ഇനി എന്താ ഞാൻ ചെയ്യാ? ഗൗതം, ഇവണ്ണേ, നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് നിനക്ക് നിന്നൂടെ? എൻ്റെ കൂട്ടുകാരിയുടെ മോൻ്റെ കൊച്ചുമോൻ നാളെ നിന്നെ പെണ്ണ് കാണാൻ വരും. അത് ഞങ്ങളങ്ങ് ഉറപ്പിക്കും. നീ അതിന് സമ്മതിക്കണം. നിങ്ങളുടെ കൂട്ടുകാരുടെ മോൻ വരുന്നതിന് അതിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടത് പറഞ്ഞില്ലേ? പിന്നെ അന്നാ രാത്രി കണ്ട പയ്യൻ്റെ കൂടെ നിനക്ക് പോവാനാണോ? അതിന് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോൻ നിന്നെ കല്യാണം കഴിക്കും. അതുവരെ നീ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അച്ചമ്മ പറയണത് അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. വലിയ കോടീശ്വരന്മാരാ അവര്. അവരുടെ വീട്ടിലേക്ക് പോയ നിനക്ക് രാജയോഗാണ്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഭാഗ്യമൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ഗൗതം മതി, അല്ലാണ്ട് വേറെ ആരും വേണ്ട. മിണ്ടിപ്പോവരുത്. ഉള്ള ഗൗതം ഒന്നിനും കൊള്ളാത്ത ഒരു ചെറുക്കൻ. എൻ്റെ കൂട്ടുകാരുടെ വീടേ സ്വർഗം.
അവനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ആരാ, ഞാൻ ആരായി? പ്ലീസ് അച്ഛമ്മ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്ത്. എനിക്ക് വേണ്ട. പ്ലീസ് അച്ഛമ്മ, പ്ലീസ്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് നിന്നില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ വിധ മാറും, പറഞ്ഞേക്കാം. നിന്റെ അമ്മയ്ക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ അമ്മ ഒരു പാവായണ്ട നിങ്ങളുടെ ആട്ടും തുപ്പൊക്കെ കേട്ട് ഇവിടെ നിൽക്കുന്നത്. എന്താടി പറഞ്ഞേ? അധിക പ്രസംഗി. മിണ്ടാതെ അവിടെ ഇരുന്നോളാം. ഈ കല്യാണം നടക്കണ വരെ നിന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാതെ ഇവിടെ വട്ടങ്ങി ഒതുങ്ങി ഇരുന്നോളാം, കേട്ടല്ലോ? നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല, നടത്തില്ല. ഞാൻ നടക്കും, നടക്കും എൻ്റെ പൊന്നു മോളെ. ഈ പത്മാവതി എന്തേലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്തിയിരിക്കും, നടത്തും ഞാൻ. എൻ്റെ കൂട്ടുകാരുടെ കൊച്ചുമോൻ തന്നെ നിന്നെ കല്യാണം കഴിക്കും, പറഞ്ഞേക്കാം.